السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إياكم والحسد فإن الحسد يأكل الحسنات كما تأكل النار الخطب. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ കരുണക്കടലായ പടച്ചുറപ്പ് അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ മുഹറം 10 അൽഹംദുലില്ലാഹ് എല്ലാവരും നോമ്പുകളൊക്കെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിപൂർണ പ്രതിഫലം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ച രാവാണ്, മുഹറം 10 നോമ്പൊക്കെ പിടിച്ചെല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ കുറച്ചു നന്മകൾ പറഞ്ഞ് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ സമയം ഒരുപാടായി. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. അല്ലാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാരെ സഹായിച്ച, അല്ലാഹുവിൻ്റെ സഹായം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസമാണ് മുഹറം 10. എല്ലാവരും അൽഹംദുലില്ലാ നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മുഹറം മാസത്തിലെ ഈ മുഹറം 10 നോമ്പിന്റെ പ്രതിഫലമായി മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന്. അപ്പൊ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന ആ മഹത്വമേറിയ ആ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കുറച്ച് ദിക്റുകളൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പറയാനൊരു മടി. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അവിടെ കയറിയിരുന്നേ. ഇൻഷാ അല്ലാഹ് ക്യാമറമാൻ അവിടെ ഇരിക്കട്ടെ, ഓന് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ കയറിയിരുന്നോളൂ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ മുന്നിലിരിക്കണമെന്നാണ്, സ്വർഗത്തിൽ പുറകിലായി പോകരുത്. അള്ളാഹു സ്വർഗത്തിൽ മുന്നിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോൾ സ്വർഗത്തിൽ പോകാൻ ഈ ഇരുന്നതേ കാണത്തുള്ളൂ, ഇല്ലണ്ണേ? ചിലപ്പോൾ ഈ ഇരുന്നത് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ. നിസ്കരിച്ചു ഇന്നത്തെ ദിവസം എല്ലാവരും അസറും ദുഹറും മഗ്രിബ് ഇശായൊക്കെ നിസ്കരിച്ചു. പക്ഷേ നിസ്കരിച്ചതൊക്കെ അള്ളാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ സമാധാനം, മുസമ്മിൽ ഉസ്താദിന് പിന്നെ ഖുർആൻ ഓതിയത് വേണ്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും ഇൻഷാ അല്ലാഹ്. മുസമ്മിൽ ഉസ്താദ് അവസാനം വരെ കാണത്തില്ല, ഇടയിൽ പൊക്കളയും കേട്ടാ. വേറെ ഇൻഷാ അല്ലാഹ് ഒന്നുമില്ല, ഭാര്യ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അതുകൊണ്ട് വേറൊന്നുമില്ല. അൽഹംദുലില്ലാ അല്ലാഹു ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വാലിഹായ ഒരു സന്താനത്തിന് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രാമീൻ പറ. അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളില്ലാത്തതിന്റെ വേദന, അത് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാനൊരു വീട്ടിൽ പോയിരിക്കുമ്പോൾ വളരെ വേദനയോടുകൂടി, 10-20 വർഷമായി വിവാഹം കഴിഞ്ഞു, മക്കളില്ല, വളരെ വേദനയോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദെ, ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ. ഒരു വീട്ടിലും പോകാൻ കഴിയുന്നില്ല, ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിനോ പോകാൻ കഴിയുന്നില്ല. കാരണം ഓരോരുത്തരും കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുക, അള്ളാഹു തരുമെന്ന് പറയുന്നതല്ല, ആയില്ലേ ആയില്ലേ ആയില്ലേ. അതൊരു വല്ലാത്ത വേദനയാണെന്നാണ് പറഞ്ഞ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു അതിൻ്റെ കണ്ണുനീര് അള്ളാഹു ഒപ്പിക്കൊടുക്കുമാറാകട്ടെ. ഒരു സ്വാലിഹായ സന്താനത്തിന് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ ആ ഖുർആനിൻ്റെ ഒരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സമ്പത്ത്, മക്കള്, ഇതൊരു മനുഷ്യന് അലങ്കാരമാണ്, അനുഗ്രഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നു സമ്പത്ത് അനുഗ്രഹമാണെന്ന്. എന്നാൽ അതേ ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അത് നല്ലതല്ല, അത് ഫിത്നയാണ്, അത് നിനക്കൊരു നാശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒരേ വിഷയത്തിൽ 2 ആയത്തുകൾ 2 സ്ഥലങ്ങളിലായി അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്.
സമ്പത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനുഷ്യന് സമ്പത്തിനോട് വല്ലാത്ത ഒരു ആഗ്രഹം, വല്ലാത്ത ഒരു ആർത്തിയ. എപ്പോഴും അള്ളാഹുവിനോട് ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് സമ്പത്തിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, ദുആ ചെയ്യാൻ പറയുന്നത്. കച്ചവടമില്ല, ഗൾഫൊക്കെ വളരെ പ്രയാസത്തിലാണ്, അങ്ങനെ കിട്ടാൻ വേണ്ടി നല്ലപോലെ കിട്ടണം, അൽഹംദുലില്ലാ ഇങ്ങോട്ട് കുറച്ച് സമ്പത്ത് കിട്ടണം, തിരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും വലിയ മടിയാണ്. എത്ര ഉള്ളവനും ഇല്ല എന്നാ പറയാ, ഉണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പറഞ്ഞങ്ങാതിമാരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയും കോടിക്കണക്കിന് ആസ്തിയുള്ളവനും അൽഹംദുലില്ലാ ഉണ്ടെന്ന് പറയും. ഇപ്പോഴെന്താ പറയാ, ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇല്ല എണ്ണ. എന്താ ചിരിക്കണേ? വാശക എത്ര വലിയ സമ്പന്നനാണെങ്കിലും വയറ് നിറയൂല, നമ്മ ഖബറിലെത്തണം. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചത് അവർ ഖബറിലെത്തിയാൽ എന്താവുള്ളൂ, മനുഷ്യൻ ഇതിനോടുള്ള ആർത്തി തീരുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, പലരും സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരാണ്. അള്ളാഹു ചിലർക്ക് സമ്പത്ത് കൊടുക്കുന്നു, ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. വലിയ ആർഭാട ജീവിതങ്ങൾ നയിക്കുന്നവരുണ്ട്. ഞാനാണ് സർവ്വതും എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. എങ്കിൽ സമ്പത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യവും രണ്ടും വളരെ പരീക്ഷണം തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് വേണമെങ്കിൽ പായിപ്പാടുകാരെ മുഴുവനും സമ്പന്നന്മാരാക്കിക്കൂടെ? പറകാക്കന്മാരെ ആക്കിക്കൂടെ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ അംബാനിക്ക് കൊടുത്ത അള്ളാഹ്ക്ക് എന്ത് നമുക്കും തന്നൂടെ? എല്ലാരെയും പണക്കാരാക്കാം. ഇല്ലെങ്കിൽ അള്ളാഹ് എല്ലാത്തിനെയും പാവപ്പെട്ടവനെ ആക്കിക്കൂടെ? ഒരുത്തനും കൊടുക്കണ്ട, എല്ലാരും പാവപ്പെട്ടവർ. എന്തിനാണ് അള്ളാഹു ചിലർക്ക് പണം കൊടുത്തു, ചിലർക്ക് ഒന്നും കൊടുത്തില്ല, ചിലർക്ക് രണ്ടിന്റെയും ഇടയിൽ ആവശ്യത്തിനുള്ളത് അള്ളാഹു കൊടുത്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണക്കാരെ കുറിച്ച് പറയുമ്പോൾ വിചാരിക്കും അപ്പൊ പണക്കാർക്ക് മാത്രമുള്ളത്, ഞാൻ പാവപ്പെട്ടവൻ, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ എന്തിനാ പേടിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പണം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, അഭിവൃദ്ധി കൊടുക്കും. എന്നിട്ട് ഒന്നുമില്ലാത്തവനെ അവന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുപോയി അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സമ്പത്ത് കൊടുത്ത ഒരുത്തൻ, ഒരുപാട് കോടിക്കണക്കിന് പണമുള്ള ഒരുത്തന്റെ മുന്നിൽ അല്ലാഹു ഒന്നുമില്ലാത്തവനെ കൊണ്ടുപോയി ചോദിപ്പിക്കും. വല്ലതെന്താ? അവൻ വാതിലടയ്ക്കും, അല്ലെങ്കിൽ അവൻ മുഖം തിരിക്കും, അല്ലെങ്കിൽ കണ്ട പരിചയം പോലും കാണിക്കില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയും പിരിവുകാരെ കൊണ്ട് മടുത്തു. പറച്ചിലൊക്കെ കേൾക്കണം, പള്ളിയുടെ പിരിവിന് പോകുമ്പോഴൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണതാ. പിരിവുകാരെ കൊണ്ട് മടുത്തു. പലരും വീടിന്റെ വാതിൽ പോലും തുറക്കുന്നില്ല. പരിചയമുള്ളവര് പോലും ചിരിച്ച് കളിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് പറഞ്ഞു തീർക്കുന്നു, ഒന്നും മിണ്ടണില്ല. അപ്പൊ അള്ളാഹു സമ്പത്ത് കൊടുത്തവന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവനെ കൊണ്ടുപോയി കാണിച്ച് പരീക്ഷിക്കും. രണ്ട്, സമ്പത്തില്ലാത്തവൻ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനാ? അവന്റെ കണ്ണിന്റെ മുന്നിൽ സമ്പത്തുള്ളവൻ അള്ളാഹു കാണിച്ചു കൊടുക്കും. പടച്ചവനെ, അവന്റെ കയ്യിൽ എന്ത് സമ്പത്താ, എന്ത് പണം ഇല്ലേ, നമ്മള് പാവങ്ങളൊന്നും ഇല്ലല്ലോ അള്ളാഹു. പടച്ചവനെ, നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ. കണ്ണിന്റെ മുന്നിലെ സമ്പത്ത്. അപ്പം നമ്മളെന്ത് പറയും? അവന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കാം, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കാം. ഇപ്പം നമ്മൾ പറയും പടച്ചവന് ഓൻ ആരെയോ പറ്റിച്ചതാ, അല്ലെങ്കിൽ എന്തൊക്കെ മോഷണവും മറ്റുള്ള പരിപാടികളും നടത്തിയിട്ട് കഞ്ചാവ് കച്ചവടം എന്തുകൊണ്ട്, കള്ള് കച്ചവടം ഉണ്ട്, അങ്ങനത്തതാ മറ്റേതാ മറിച്ചതാ. അപ്പോൾ നമ്മൾ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരും തോറ്റുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പന്നതയിൽ അഹന്തത നടിക്കുന്നവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സമ്പന്നന്റെ കഥ പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ, 114 അധ്യായങ്ങൾ. ആ പരിശുദ്ധമായ ഖുർആൻ വെറുതെ വെക്കാനുള്ളതല്ല, അതെടുത്ത് ഓതാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്, അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാനുള്ളതാ. ആ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോ ഒരു മനുഷ്യന് സമ്പത്തിനോട് ആർത്തി വന്നു കഴിഞ്ഞാൽ, പണത്തിനോട് വല്ലാത്ത മോഹം വന്നു കഴിഞ്ഞാൽ, ഈ ദുനിയാവിന്റെ സുഖ ആഡംബരങ്ങളോട് വല്ലാത്ത കൊതി വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു അവനെ തരം താഴ്ത്തുകയാണ്, അള്ളാഹു അവനെ നശിപ്പിച്ച് കളയുകയാണ്. എത്ര വലിയ പദവിയിലാകനായവനാകട്ടെ, പണ്ഡിതനാകട്ടെ, ഹാഫിദാകട്ടെ, ആലിമാകട്ടെ, പ്രഭാഷകനാകട്ടെ, ഇമാമാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണ്
കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിനോടുള്ള മോഹം വന്നാൽ, സമ്പത്തിനോടുള്ള ആർത്തി വന്നു കളഞ്ഞാൽ അല്ലാഹു അവനെ തകർത്തു കളയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഇനി ഹാഫിളോ ആലിമോ എത്ര വലിയ പണ്ഡിതനോ ഹജ്ജ് ചെയ്തവനാകട്ടെ, ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നവനാകട്ടെ, അവന് സമ്പത്തിനോടും ഈ ദുനിയാവിനോടുമുള്ള ആഗ്രഹവും ആർത്തിയും വന്നു കളഞ്ഞ അവന്റെ കാര്യം വല്ലാത്ത നഷ്ടമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ചരിത്രം പറയുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യന്റെ ചരിത്രമല്ല. ബല്ലാഗ് ഇബ്നു ബാഖൂർ എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ സാധാരണ ആളല്ല. അള്ളാഹുവിന്റെ അർശ് നോക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ട് തന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്ന മഹാൻ. എന്നാലോചിക്കുക, നമ്മളൊക്കെ കിതാബ് നോക്കിയിട്ടില്ലേ പഠിപ്പിക്കുക? അദ്ദേഹം ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് പഠിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അസ്മാഉൽ ഹുസ്ന കാണാതറിയുന്ന ആള്, അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് അറിയുന്ന ആളാ അള്ളാഹുവിന്റെ പേരുകൾ. അത് മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് അത് കിട്ടുമായിരുന്നു. അത്രയും വലിയ മഹാൻ. പക്ഷെ ആ മഹാൻ, ഖുർആൻ പറയുന്നു, അവൻ ചത്തുപോയത് പട്ടി ചത്തുപോയത് പോലെയാണ് പറഞ്ഞ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം. അള്ളാഹു പറയുന്നുണ്ട്, അവൻ പട്ടി ചത്തുപോയതുപോലെ, നായിയെ പോലെ ചത്തുപോയി. എന്തുകൊണ്ട് സംഭവിച്ചു? എന്തേ അതിന്റെ കാരണം? എന്തേ ഇത്രയും വലിയ കൊലകൊമ്പനായ മനുഷ്യൻ ഇങ്ങനെ തീരാനുള്ള അവസ്ഥ എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അവസാനം അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് എതിരായിട്ട് എല്ലാവരും കൂടി കുറച്ച് അധികാരം തരാം, സമ്പത്ത് തരാം, നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാം, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടല്ലോ, മൂസായിക്ക് എതിരായിട്ട് നീ ദുആ ചെയ്യണമെന്ന് അവിടുന്ന് ആൾക്കാര് മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് ബല്ലാഗ് ഇബ്നു ബാഖൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്നിൽ ചെന്നപ്പോൾ അവിടുന്ന് മൂസാ നബിക്ക് എതിരായി ദുആ ചെയ്തു. അവസാനം അങ്ങനെ ചരിത്രം പറയുന്നു, പട്ടിയ നായിയെ പോലെ ചത്തുപോയി എവിടെയോ കടന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിനോടുള്ള ആർത്തി അങ്ങ് കൂടിയാൽ, സമ്പത്തിനോടുള്ള ആർത്തി അങ്ങ് കൂടിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മറന്നു പോവുകയാണ്. പലതും ഞാനും നിങ്ങളും മറന്നു പോകുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പടച്ചവനെ, ചിലർക്ക് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ, അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത അഹങ്കാരമാണല്ലോ, വല്ലാത്ത ആഡംബര ജീവിതമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അതാ ഒരു മനുഷ്യനെ കുറിച്ച് സമ്പത്ത് അഹങ്കാരം നടിച്ചതിന്റെ പേരിൽ നശിച്ചുപോയ ഒരു മനുഷ്യന്റെ ഉദാഹരണ സഹിതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്, അവനെ തകർത്ത് കളഞ്ഞത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഉദാഹരണ സഹിതം പറയുകയാണ്. ആരുടെ കാലഘട്ടത്തിലാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇന്ന ഖാറൂന ഖാന മിന ഖൗമി മൂസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനാണ് ഖാറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതാ ജനതയിൽപ്പെട്ടവനായിരുന്നു. അവിടുന്ന് ഖുർആൻ പറയുകയാ, മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. അവിടുന്ന് ഹദീസ് നോക്ക്, അവിടുന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. അവന് തുടക്കത്തിൽ മൂസാ നബിയുടെ കൂടെയായിരുന്നു. നടക്കുന്നതും സർവകാര്യങ്ങളും ചെയ്യുന്നതും മൂസാ നബിയുടെ കൂടെയാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചവനെ ഭൗതികവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഇങ്ങനെ ഒരുപാട് ആ മനുഷ്യന് പിന്നീട് ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതാ പടച്ചവനെ മതിമറന്നു പോവുകയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിയുമ്പോ പടച്ചവനെ വന്ന വഴി മറന്നു പോകുന്ന പലരുമുണ്ട്. ഒന്നുമില്ലാത്ത
ഒരുപാട് പായിപ്പാട് കടന്നു വന്നിട്ട് ഇന്ന് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തവരുണ്ടല്ലോ. വലിയ കൊട്ടാരങ്ങളായല്ലോ, ഒരുപാട് ഷോപ്പുകളായല്ലോ, സഞ്ചരിക്കാൻ വാഹനമായല്ലോ, മുന്നിലും പുറകിലും നടക്കാൻ ആളുണ്ടായല്ലോ. പടച്ചവനെ അങ്ങനെ ഒന്നുമില്ലാതെ വന്നിരുന്നവര് പടച്ചവൻ അനുഗ്രഹം കൊടുത്തപ്പം മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. പടച്ചവനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കാറൂനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. കാറൂനും അങ്ങനെയായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, മൂസാ നബിയുടെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷേ ആ കാറൂനിന് സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് സമ്പത്ത് കൊടുത്തപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടച്ചവനെ അവന് പണക്കാരനാവുകയാണ്. അവന് സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. ആ പണം അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. എങ്ങനെയാണ് അവന് സമ്പത്ത് വന്നതെന്നറിയുമോ? സമ്പത്ത് വന്നു വല്ലാതെ അങ്ങ് കൂടുകയാണ്. അവന്റെ സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറയുകയാ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹും മിനൽ കുനൂസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. പടച്ചവനെ ആരെങ്കിലും പറയുന്ന കണക്കല്ല. ആ കാറൂനിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പടച്ചവനെ അവന്റെ കയ്യിലിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, അവന്റെ ലോക്കറുകളുടെ ചാവികളുണ്ടല്ലോ, അവനവന്റെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താക്കോലുകൾ ചുമക്കാൻ എത്രയോ ജനതകൾക്ക് ചുമക്കാൻ, വലിയ വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ള താക്കോലുകൾ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന അലമാരിയുടെ താക്കോല്, നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്ന വല്ല സ്വർണവും പൈസയും വെച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോല് കട്ടിലിനടിയിൽ വെക്കുന്നവരുണ്ട്, തലകണിക്കടിയിൽ വെക്കുന്നവരുണ്ട്, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. അദ്ദേഹം പറയുന്നു, ഉസ്താദ് ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കില്ല, കോടിക്കണക്കിന് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, അത്രയ്ക്കും ജാഗയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, 5 പൈസ കൊടുക്കൂല. താക്കോൽ എവിടെയാ? കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുക, തുണിക്കകത്ത്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ അൻസാരി എണ്ണ അങ്ങനെ വല്ലതിന്? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കൊടുക്കൂല, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കും താക്കോല്, ഒരെണ്ണമേ ഉള്ളൂ. ആകെ അവനുള്ള എന്താ? എന്തോ നക്കാപ്പി ചെയ്യണ്ട, അതുപോലും സൂക്ഷിക്കുന്ന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാറൂനിന്റെ ലോക്കറിന്റെ താക്കോല് വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്നാൽ പിന്നീട് അവന് ധനമുണ്ടായപ്പോ, സമ്പത്ത് ഒരുപാട് വന്നപ്പോ പിന്നെ തോന്നിവാസം കൂടി. അതങ്ങനാണല്ലോ, പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നുമില്ല. എന്തുപ്പാ ഇല്ലേ, പലതും പറയണമെന്നുണ്ട്, ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ എന്ത് നിയമം? സമ്പത്ത് കൂടിക്കഴിയുമ്പോ പിന്നെ നമുക്ക് പലതും, ഇപ്പൊ തന്നെ ഓണസദ്യയൊക്കെ നമുക്ക് അതൊക്കെ നിസ്സാരമായി പോയില്ലേ? അങ്ങനല്ലേ? പണം കൂടിക്കഴിയുമ്പോ നമുക്ക് പിന്നെ എല്ലാം എളുപ്പം. അത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, ഇത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, അവിടെ കൊടുക്കാമല്ലോ ഇവിടെ കൊടുക്കാമല്ലോ, ഇതൊക്കെ മറ്റേതല്ലേ മറിച്ചതല്ലേ മസല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സമ്പത്ത് കൂടി കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഈവനിങ്ങനെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നിവാസവും കൂടി, അക്രമവും കൂടി, അഹങ്കാരം കൂടി. ഇവനെങ്ങനെ എപ്പോ പറയുന്നറിയോ, ഞാൻ ഉണ്ടാക്കിയതാ ഇത് മുഴുവനും, ഇതൊക്കെ എങ്ങനെ വെറുതെ കിട്ടിയതാണോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്.
ഞാൻ കഷ്ടപ്പെട്ട് എന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത്. പള്ളിയിൽ ഉസ്താദ് പറയുന്നത് ഇതൊക്കെ ശരിയല്ല, പോടാ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി, ഞാൻ ഇഷ്ടപ്പെട്ട പോലെ നിനക്ക് എന്താ വേണം അല്ലേ, ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ നിനക്ക് എന്താ ചോദിക്കാനുള്ള കഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അവന്റെ ജീവിതം അതിരുവിട്ടുപോയി. അവന്റെ ജീവിതം അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് അവൻ ആർഭാട ജീവിതങ്ങളെ നയിക്കുകയാണ്, അഹങ്കാരം കാണിക്കുകയാണ്. അതിരുവിട്ട് ജീവിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ തീരുമാനിച്ചു. കൂടെ നടന്നവനാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നവന് പെട്ടെന്ന് വഴിതെറ്റി പോകുമ്പോൾ അവനെ ഒന്ന് ഉപദേശിക്കണമല്ലോ, അവനെ നന്നാക്കണമല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ ولا تنسى نصيبك من الدنيا واحسن كما احسن الله اليك ولا تبغي الفساد في الارض ان الله لا يحب المفسدين. കാറൂൻ ഒരുപാട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്നത് കണ്ടപ്പോ മൂസാ നബിയും തന്റെ അനുയായികളും അവനെ ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നിനക്ക് നൽകിയതാണ്, നിനക്ക് പരലോക ചിന്തയില്ലേ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലേ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ, അല്ലാഹുവല്ലേ നിനക്കിത് തന്നത്, ഇതിന്റെ ഒരു ഓഹരി പാപങ്ങൾക്ക് കൊടുത്തുകൂടെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ, നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടെ, എന്തിനാണ് നിനക്ക് റബ്ബ് തന്നത് മുഴുവനും നീ ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നത്? എന്തിനാണ് നീ ദുനിയാവിലെ കുഴപ്പമുണ്ടാക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കാറൂനിനെ ഉപദേശിക്കുമ്പോ അല്ലാഹുവേ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്. പടച്ചവനെ ഒരാൾ പറയുന്നതും അവൻ കേൾക്കുന്നില്ല. അവൻ അഹങ്കാരം കൂടുകയാണ്, അവര് പാവപ്പെട്ടവരെ പുച്ഛത്തോടെ കാണുകയാണ്. അല്ലാഹുവേ അവൻ സമ്പത്തിന്റെ ആർത്തി കാരണം, ആ സമ്പത്ത് അധികരിച്ചത് കാരണം ഒരു അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ ഒരാളുടെയും വാക്ക് കേൾക്കാതെ പടച്ചവൻ അവനിങ്ങനെ ദീപിക്കുകയാണ്. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണ്. കാറൂൻ ഒരു നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചവരാ, ഇവനൊന്ന് നന്നാകട്ടെ, ഇവൻ പണമുള്ളവനല്ലേ, ഇത് കിട്ടിയാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നത്. അതാ കാറൂനിനോട് പറയുന്നു, ഈ പണം മുഴുവനും നിനക്ക് തന്നത് റബ്ബാണ്. കാറൂൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ അറിവും എന്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്, അല്ലാതെ പടച്ച റബ്ബ് എനിക്ക് തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടെ നിന്ന് പറയുകയാണ്, അവൻ ഉപദേശിക്കുന്നവരോട് മുഴുവനും അവനെ വാദിക്കുകയാണ്. അവരോട് മുഴുവനും പറയുന്നു, ഇത് എന്റെ കഴിവ് കൊണ്ട് കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ നിന്ന് കാറൂന് തള്ളിക്കളഞ്ഞപ്പോ, ധിക്കാരത്തിൽ അവൻ ഉറച്ചു നിന്നപ്പോ, സമ്പത്തിനാലും സംഗമനത്തിനാലും അഹങ്കരിച്ചവന് അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ അവലം യഅലമു അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലീ. കാറൂൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. എന്നാൽ അവന് മുമ്പ് അവനെക്കാൾ കടുത്ത സമ്പന്നന്മാരായ എത്രയോ പേരുണ്ട്. കാറൂനിനെക്കാളും പണക്കാരുടെ എങ്ങനെയാണ് അല്ലാഹു ഒന്നുമില്ലാതാക്കിയത് എന്നവന് ചിന്തിക്കുന്നില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പന്നതയിൽ അഹങ്കരിച്ച അവന്റെ വിശ്വാസികൾ അവൻ വിശ്വാസികളെ പ്രകോപിപ്പിക്കുകയാണ്. അവനെ ഉപദേശിക്കുന്നവരവനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. പടച്ചവനെ എന്നിട്ട് അവന് ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നൊക്കെ ചിലര് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് തോന്നുമല്ലോ, സമ്പത്തുള്ളവന് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നുമല്ലോ. എന്നാൽ
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാ ഖുർആൻ പറയുന്ന കാറൂനിനെ മൂസാ നബിയും തന്റെ അനുയായികളും അവിടെ ഉപദേശിച്ചു. റബ്ബ് തന്നതാടാ കാറൂനെ, ഈ പണം മുഴുവനും അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം പാപങ്ങൾക്ക് കൊടുക്കൂ, നന്മയായ കാര്യങ്ങൾക്ക് കൊടുക്കൂ. കാറൂൻ പറഞ്ഞു 5 നയാ പൈസ കൊടുക്കൂല, കാരണം ഇതെന്റെ കഴിവാണ്, എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്, ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അപ്പൊ ഓർമ്മപ്പെടുത്തിയടാ, നിന്നെക്കാളും ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരുന്നു, അവരല്ലാഹു തകർത്തു കളഞ്ഞല്ലോ എന്ന് കാറൂനിനോട് പറയുമ്പോ കാറൂൻ അവിടെ നിന്ന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയുമോ? ഒരു പ്രകടനം നടത്തുകയാണ്, ഒരു ഘോഷയാത്ര നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവനൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് കൊണ്ടുവന്നത്. ചരിത്രം പഠിക്കണം. ഇന്ന് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ ചില കല്യാണത്തിനും ചില പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാത്രം ഉപയോഗിക്കും. ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കും, വലിയ വലിയ വണ്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിറക്കി നടത്താറില്ലേ? ഇവനെ എല്ലാവരും ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഖത്തീബ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നതിന് ഇതൊക്കെ കാണിച്ചു തരുന്ന കാലമാണ്. അള്ളാഹു കാക്കമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു. ഫ്ലക്സി ഫുട്ബോൾ കളിയുടെ സമയത്ത് ഫ്ലക്സ് കൊണ്ടുവച്ചപ്പോൾ ഇത് പാടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നബിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അതിനേക്കാളും വലിയ ഉസ്താദ് പറഞ്ഞാലും ഞങ്ങൾ വെക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ. അപ്പൊ കാറൂനിനോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഒരു പ്രകടനം നടത്തണം, ഒരു വലിയ പ്രകടനം നടത്തണം. ഏറ്റവും മനോഹരമായ ഏറ്റവും വില കൂടിയ വാഹനം കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു. അതുമാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വസ്ത്രം ഇങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു കാറൂൻ. ഏറ്റവും കൂടിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടന്നു. അതുമാത്രമല്ല, അവന്റെ സമ്പാദ്യത്തിൽ ഇടാൻ പറ്റുന്ന അത്രയും സ്വർണങ്ങളും അവന്റെ ആർഭാടങ്ങൾ മുഴുവനും ആഭരണങ്ങൾ മുഴുവനും ശരീരത്ത് ധരിച്ചു. അല്ലേ? ചെരുപ്പ് വരെ സ്വർണം കൊടുക്കണില്ലേ കല്യാണത്തിന്? എന്തുകൊണ്ടാണ് ചിരിക്കണേ? ചെരുപ്പ് വരെ സ്വർണം കൊടുത്തവരില്ലേ കല്യാണത്തിന്? അപ്പൊ കാറൂൻ അവന്റെ സമ്പാദ്യം മുഴുവൻ, അവന്റെ പറ്റുന്നത് മുഴുവൻ എടുത്തിട്ടു. എന്നിട്ടിങ്ങനെ വസ്ത്രവും വലിച്ചിടച്ചുകൊണ്ട്, അതുമാത്രമല്ല അവന്റെ കിരീടം അവൻ തലയിൽ വെച്ചു, അവന്റെ തൊപ്പി അവൻ തലയിൽ വെച്ചു, വലിയ സ്വർണത്തിന്റെ കിരീടം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ അതാ അംഗരക്ഷകരെ കൂട്ടുകയാണ്. പണമുണ്ട് എങ്കിൽ പരിസരമ ജനനിബിഡമാ, കൂത്തു തീർന്നാൽ കൂത്തുകാരം മാത്രമാ. തഴവസ്ഥാന്റെ ബൈത്ത് എത്ര സത്യ. പണം ഉണ്ടെങ്കിൽ ആളില്ലേ മുന്നിലും പുറകിലും? പണം ഉണ്ടാക്ക പണം ഉണ്ടെങ്കിൽ പടച്ചവന് ആളിങ്ങനെ നിൽക്കും, വണ്ടിയും ബഹളവും ആയിട്ട് എപ്പം നോക്കിയാലും ഓളം. കാരണം എൻ്റെ കാന ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ഉണ്ട്, സുഖമുണ്ട്. പണം തീർന്നാലോ ആർക്കും വേണ്ട. പണമുണ്ട് എങ്കിൽ പരിസരം ATM-ൽ പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരൻ കാവല് നിൽക്കൂലേ? കാവല് എടുക്കാൻ ആളും. പൈസ ഇല്ലെങ്കിലോ ആരുമില്ല, പട്ടി കയറി കിടക്കും അവിടെ. ഇതെന്നെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കാറൂനിന്റെ കൂടെ ആളുണ്ടായിരുന്നു, അംഗരക്ഷകർ. അങ്ങനെ വലിയ പ്രകടനം നടത്തി. ഖുർആൻ പറയുകയാ, فخرج على قومه من زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ജനമധ്യത്തിലൂടെ കാറൂൻ ഇങ്ങനെ പ്രകടനം നടത്തുകയാണ്, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ്. അവനിങ്ങനെ ആഡംബരത്തോടുകൂടി സർവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോ പടച്ചവനെ ഈമാൻ കുറഞ്ഞവരുണ്ടല്ലോ, വിശ്വാസം ഉറയ്ക്കാത്തവരുണ്ടല്ലോ, അവര് പറയുന്നു കാറൂനിന് ലഭിച്ച അനുഗ്രഹമാ, കാറൂൻ എത്ര വലിയ ഭാഗ്യവാനാ, ഞങ്ങൾക്കും ഇതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. ഈമാനില്ലാത്തവൻ, വിശ്വാസമില്ലാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ അവൻ കാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു, കാറൂനിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ, എത്ര വലിയ ഭാഗ്യമാനാ. പടച്ചവനെ,
ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. ജനങ്ങൾ അവിടെ നിന്ന് ആശിക്കുകയാണ്, തീർച്ചയായും അവന് ഭാഗ്യമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുമ്പോ ഖാറൂനിന്റെ പ്രകടനം കണ്ടിട്ട് ജനങ്ങൾ അവിടെ നിന്ന് പലരും വിലയിരുത്തുമ്പോൾ ചില ആൾക്കാർ ഈമാൻ കുറഞ്ഞു പോയവർ അവരിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വഖാലല്ലദീന ഊതുൽ ഇൽമ വയൽഖുസവാബുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വിലയിരുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പടച്ചവനെ, ഈമാനുള്ളവർ ക്ഷമയുള്ളവരാണ്. അവർ ഒരിക്കലും സമ്പത്ത് കാണുമ്പോ, അധികാരം കിട്ടുമ്പോ, ആള് കൂടുമ്പോ അല്ലാഹുവിനെ മറന്നു പോകുന്നവരല്ല. അവർ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല. അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ പലരും പറയാൻ തുടങ്ങി, ഖാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെയും ആള് കൂടുകയാണ്. പടച്ചവനെ, അങ്ങനെ വിശ്വാസികൾ പോലും പറയാൻ തുടങ്ങുമ്പോ അല്ലാഹു അവനെ നിസ്സാരമാക്കി കാണിക്കുകയാ. അല്ലാഹു ചെയ്തതെന്തെന്നറിയുമോ? പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, ആൾബലത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സമ്പന്നതയിൽ അഹങ്കാരം നടിച്ച ഖാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഏറ്റവും കൂടുതൽ വിലയുള്ള വാഹനമെടുത്ത്, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചടച്ച്, അല്ലാഹുവേ, തലയിൽ കിരീടം വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കാണാൻ റോഡിലൂടെ ഷോ നടത്തിയ ഖാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫഅതി യൻസുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവനെ അവനിങ്ങനെ പ്രകടനം നടത്തിയല്ലോ. ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ്, ഇതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അവന് ഭാഗ്യവാനാ, അവൻ ഭാഗ്യവാനാ. ജനങ്ങൾ മുഴുവനോ പറയുകയാണ്. എങ്കിൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ സമ്പാദ്യവും അവന്റെ കൊട്ടാരങ്ങളും സർവ്വതും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ജനങ്ങൾ നോക്കി നിൽക്കെ ലൈവായിട്ട് കാണുകയാണ്. ലൈവായിട്ട് ജനങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. അവന്റെ വീടില്ല, അവന്റെ കൊട്ടാരമില്ല, അവന്റെ പണമില്ല, അവന്റെ കൂടെയുള്ളവരില്ല, ഒന്നുമില്ലാതെ ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു വിഴുങ്ങിക്കളഞ്ഞു, അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. ജനങ്ങൾ കാണുകയാ, ജനങ്ങൾ കാണുകയാണ്. ആ സമയത്ത് അവർ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്ബഗല്ലദീന തമന്നൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. ഈ കാഴ്ചയങ്ങ് കണ്ടു കഴിയുമ്പോ ഇന്നലെ വരെ അവന്റെ സ്ഥാനം കൊതിച്ചവർ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവർ, അവനെ പോലെ പണം വേണമെന്ന് കൊതിച്ചവർ, അവന് ഭാഗ്യവാനാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, എന്തൊരു കഷ്ടമാ അല്ലാ. ഇന്നലെ ഖാറൂനിനെ വാഴ്ത്തിയവരാ, ഇന്നലെ ഖാറൂനിനെ പുകഴ്ത്തിയവരാ, അവനെ പോലെ ആകണമെന്ന് കൊതിച്ചവരാ. പക്ഷേ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോ അവര് പോലും പറഞ്ഞു, എന്തൊരു കഷ്ടമാ, എന്തൊരു നാശമാ. അഹങ്കരിച്ചതിന് അല്ലാഹു കൊടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, അവര് പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാ. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർ, മതിമറന്ന് നടക്കുന്നവർ, ധിക്കാരികളെ പോലെ കഴിയുന്നവർ, സമ്പത്ത് കൂടുമ്പോ അഹങ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പാഠമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പലതും മറക്കുമല്ലോ. പല ആഘോഷങ്ങളും കടന്നു വരുമ്പോ പടച്ചവനെ
എന്ത് നിയമമാ? പള്ളിയിലെ ഖതീബ് പറയുന്നത് അവിടെ കിടന്ന് പറയുമല്ലോ. അവരൊക്കെ പഴഞ്ചന്മാരാണല്ലോ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ, നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ, അടിച്ചു പൊളിക്കാമല്ലോ, അതിലൊന്നും ഒന്നുമില്ലല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഖാറൂനിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പണവും അധികാരവും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോ അല്ലാഹുവും എന്ത് ഖുർആൻ, എന്ത് അല്ലാഹ്, എന്ത് നബി, എന്ത് നിയമം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഖാറൂനിൻ്റെ ചരിത്രം വിവരിച്ചു തരുന്നു. അത് അവസാനിക്കുമ്പോൾ അല്ലാഹു ഒരു പാഠമെന്ന നിലയ്ക്കാണ്, എല്ലാവർക്കും ഒരു പാഠമെന്ന നിലയ്ക്ക് നമ്മെ ഇപ്രകാരം അറിയിക്കുന്നുണ്ട്. അല്ലാഹു ഖാറൂനിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയും. ഒന്നും അലവില്ല, ഒന്നുമല്ല ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടൊരു വിജയമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന് പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ഒരു പാഠമായിട്ടാണ് ഈ ഖാറൂനിൻ്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്. ഈ ഖാറൂനിന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്, അവന്റെ അവസാനം എങ്ങനെയാണെന്ന് വിവരിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആ ഒരു വലിയ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നും പഠിക്കുവാൻ ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞല്ല. ചരിത്രം പറയുന്ന പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് അള്ളാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാ. അള്ളാഹു അവിടെ നിന്നൊരു മുന്നറിയിപ്പ് തന്നതാണ്. ഒരു പാഠം ഇടാൻ ഇതൊക്കെ നീ കണ്ടുപടി. നിന്റെ മുൻഗാമികൾക്ക് സംഭവിച്ചതാണല്ലോ. നിന്നെക്കാളും വലിയ വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നല്ലോ. അവർക്കൊക്കെ സംഭവിച്ച മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത്, അല്ലാഹുവേ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത് ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖാറൂനിനെയും ഫിർഔനിനെയും ഹാമാനിനെയും നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടിട്ടില്ലേ? ഖുർആൻ ചോദിക്ക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു. ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ സാധാരണ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ മുക്കിക്കൊന്ന ദിവസമല്ലേ? ഒരുപാട് ചരിത്രങ്ങൾ, ഏറ്റവും മഹത്വമേറിയ അള്ളാന്റെ ഒരുപാട് സഹായം ലഭിച്ച ദിവസമായിരുന്നു. നാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അള്ളാഹു ചോദിക്കുന്നു, എടാ അള്ളാഹ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും നമുക്ക് അള്ളാഹിനോട്? അള്ളാഹു ഖാറൂനിന്റെ ചരിത്രവും ഫിർഔന് ഇന്നും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത്, ചില്ലുകൂട്ടിനകത്ത് കടത്തിയിരിക്കുന്ന ഫിർഔനിനെ എന്തിനാ അള്ളാഹ് വെച്ചിരിക്കണേ? നാം അടിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ചത്തുപോയിട്ടും 300 കൊല്ലം കടലിൽ കടന്നിട്ടും നശിക്കാതെ, ആ ഉപ്പുവെള്ളത്തിൽ കടന്നിട്ടും അവൻ്റെ ശരീരം പോകാതെ, നശിച്ചു പോകാതെ ഇന്നും മ്യൂസിയത്തിൽ ഈജിപ്തിൽ പോയാൽ കാണാൻ ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാത്ത നീളവാവന്. അല്ലാഹു ആലം, പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ. വല്ലാത്ത നീളം, ഇങ്ങനെ നീണ്ടു നിവർ. ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ നീളമൊന്നും. പണ്ടുള്ള ആൾക്കാരുടെ, നമ്മളൊക്കെ ചില മക്കാമുകളിൽ മുത്തുപ്പെട്ട ദാവൂദ് ഹക്കീം റളിയല്ലാഹു മുത്തുപ്പെട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബറൊക്കെ വലിയ നീളമാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട്, വല്ലാത്ത നീളം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കും, ഇത്രയും നീളമുള്ള ആൾക്കാരെ കൊണ്ടോ? ഇത്രയും നീളം എന്തിനാ? ഇപ്പം പണ്ടുള്ളവരുടെ കഥ പറയുന്നത് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ എന്നാ ഹൈറ്റുള്ള ആൾക്കാരെ കാണാം, ഏറ്റവും നീളമുള്ള മനുഷ്യന്മാര്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ വല്ലാത്ത നീളം ഓനിട്ടാ, ഓന് വല്ലാത്ത നീളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോയി കാണണം, ഓനെ കാണുമ്പോൾ ചിരി വരും കേട്ടാ. കാരണം ഞാനാ അല്ലാന്ന് പറഞ്ഞ് കിടന്നവനല്ലേ, കിടക്കണ കിടപ്പൊന്ന് കാണണം. ഇതൊക്കെ തന്നെ നമ്മുടെ അവസാനം. അല്ലാഹു കാക്കുമാറാകട്ടെ.
അഹങ്കരിച്ച് നടക്കുന്നവരുടെയൊക്കെ പര്യവസാനം. ഇതൊക്കെ തെളിവുകളാണ്. ഞാൻ പോയി കണ്ടതുകൊണ്ടാണ് പറയണേ. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഊട്ടിയും കൊടൈക്കനാലും മൈസൂറും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഗോവയിൽ പോയിട്ടുണ്ട് ഉസ്താദ് അല്ലേ? ബാംഗ്ലൂരും ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈജിപ്തിൽ ഇതുവരെ കാണാം. അവിടേക്കാ പോകേണ്ടത്. അള്ളാഹ് പറഞ്ഞില്ലേ പോകാൻ? അള്ളാഹ് പറഞ്ഞില്ല പോകാൻ. ഊട്ടിയിലാ പോകാൻ പറഞ്ഞേ ഉസ്താദ്? അള്ളാഹ് പറഞ്ഞിട്ടില്ലേ യാത്ര പോകാൻ? എങ്ങോട്ട്? ഊട്ടിയിലെ തണുപ്പറിയാൻ. അള്ളാഹിന്റെ ദൃഷ്ടാന്തമല്ലേ. മൂന്നാറ് പോയിട്ട് മൂന്നാറിന്റെ തണുപ്പറിയണ്ടേ? ഗോവയിൽ പോയിട്ട് കടൽ തിരമാലകൾ എണ്ണണ്ടേ? അതിനെന്തിനാ ഗോവയിൽ പോണ? ആലപ്പുഴ പോയ പോരെ. ഇവിടെ ഇതൊക്കെ നമ്മൾ പോകേണ്ടിടത്തൊന്നും പോകാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ എല്ലാം നമ്മുടെ പള്ളിയിൽ നിന്ന് അൽഹംദുലില്ലാ അങ്ങ് ഉള്ളാളം മുതൽ നമ്മൾ ഒരുപാട് മക്ബറകൾ സിയാറത്ത് ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഇൻഷാ അള്ളാഹ്. ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് അജ്മീറിൽ പോകണമെന്ന്. അൽഹംദുലില്ലാ സുൽത്താനുൽ ഹിന്ദ് അവിടെ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ ഇൻഷാ അള്ളാഹ്. ഞാൻ പോവാം. ആരെങ്കിലും വരണമെങ്കിൽ കൂടിക്കോ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ പോകണില്ലേ അപ്പാ? ചിരിച്ചോണ്ടിരി. പച്ചക്കറി കച്ചവട ഉസ്താദെ, തടി കച്ചവട ഉസ്താദെ, ബേക്കറിയാ ഉസ്താദെ, പച്ചക്കറി കൊണ്ട് ഉസ്താദെ പോണ്ട ഉസ്താദ് ഒക്കെ അവിടെ പോയിരുന്നു. ഇൻഷാ അള്ളാഹ് പോകേണ്ടിടത്തൊക്കെ പോ. ദുനിയാവ് നമ്മൾ പറയും. എന്തെങ്കിലുമൊക്കെ നന്മ കാര്യം പറയുമ്പോൾ ദുനിയാവ് പറയും. അതങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ദുനിയാവ് ശല്യമൊക്കെ സജീവനെ ഓട്ടോ ഒക്കെ ഓടിക്കണം, പഠിച്ചു കടയൊക്കെ നോക്കണം. അതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും സമയമില്ല ഉസ്താദ്. ഇപ്പോഴാണ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കടയൊക്കെ തുറന്ന്. ഇപ്പം പോയില്ലെങ്കിൽ അവിടെ തന്നെ പോയിരുന്നു. ആരാ കട തന്നതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഒന്ന് അജ്മീറിൽ പോകണം, രണ്ട് ഉംറയ്ക്ക് പോകണം. അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. വർഷത്തിലൊരിക്കൽ പോണേ ഞാൻ. വർഷത്തിലൊരിക്കൽ ഉംറ അള്ളാന്റെ കഅബാലയം കാണാൻ പോകുന്ന. ഇപ്പം 2 കൊല്ലം അവറായി പോയിട്ട്. ഇൻഷാ അള്ളാഹ് ഫസ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് കിട്ടണം അപ്പം കയറിപ്പോയേക്കും. വാക്സിൻ എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് കയറിപ്പോയേക്കും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. എന്തായാലും അജ്മീറി അടുത്ത മാസം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഇതൊന്ന് വാർത്തിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഈ പള്ളിയുടെ വാർപ്പൊന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അജ്മീറിൽ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ വരണുണ്ടെങ്കിൽ കേട്ടാ ഇൻഷാ അള്ളാഹ്. ആരെങ്കിലും വരണുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഹങ്കരിച്ച് നടന്ന കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകും. അതങ്ങനെ ചിലത് കണ്ടാലും കൊണ്ടാലൊന്നും പഠിക്കൂല. അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ പള്ളിയിൽ ഇപ്പൊ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ച രാവായിരുന്നു ഹദ്ദാദ് ഓതി. എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് ഓരോ ദിവസം നീണ്ടു പോകാം. അപ്പോൾ ഒരു സഹോദരി, ആ പൊന്നുമോള് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ മകളാ. 6 സർജറി കഴിഞ്ഞു. എൻ്റെ വയത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും സഹോദരിമാരും കേൾക്കണം. ആ പൊന്നുമകൾക്ക് 9ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് സർജറി. 6 എണ്ണം കഴിഞ്ഞു. ഒന്നിനു പുറകെ ഒന്നൊന്നായി. എന്തൊരു വേദനയെന്നറിയോ? ആ പൊന്നുമകൾ ഇപ്പൊ വീണ്ടും ഒരു സർജറി, 7ാമത്തെ സർജറിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കാം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ദുആ ചെയ്യോ. ഞാൻ ഇപ്പൊ ആ സമയത്ത് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതിലെ വല്ല വരുന്ന വഴിയിലാണെങ്കിൽ കയറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾ എനിക്ക് മെസ്സേജ് ഇടുന്നു, ഉസ്താദെ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാ ഉസ്താദെ. ഉസ്താദ് ഒന്ന് പെട്ടെന്ന് വരുമോ? ഉസ്താദ് വന്ന് ദുആ ചെയ്തിട്ട് എനിക്ക് ആശുപത്രിയിൽ പോകാനാ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് വല്ലാത്തത്. വാപ്പ വിളിക്കും, മകള് വിളിക്കുന്നു. ഇവിടെയൊക്കെ വലിയ തിരക്കായത് കാരണം അത് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം രാത്രി ഞാൻ എങ്ങനെയും ആ പൊന്നുമകളുടെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. 19 വയസ്സേ ഉള്ളൂ. കാണാൻ സുന്ദരിയായ പൊന്നുമോൾ. രാത്രി ഞങ്ങളെയും കാത്ത് വാപ്പ റോഡ് സൈഡിൽ കാത്തു നിന്നു. ആ പൊന്നുമകളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം. നിങ്ങൾ ചിന്തിക്കണം, 19 വയസ്സുള്ള മകള് 6 പ്രാവശ്യം ഇനിയും വയ്യ ഉസ്താദെ, ഇനിയും വയ്യ. 7ാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക പൊന്നുമോൾ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ നീ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറകണ്ണുകളോട് ആ കുടുംബം സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പലർക്കും കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ആ പൊന്നുമോളുടെ അവസ്ഥ. ഉമ്മ കരയുന്നു, വാപ്പ കരയുന്നു. എത്രയോ ലക്ഷങ്ങൾ അല്ലാഹു ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. വലിയ സങ്കടം. പക്ഷെ ഇറങ്ങുമ്പോ ആ പൊന്നുമോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് ഹദ്ദാദിന്റെ കിതാബ് എടുത്തു തന്നു. കുറച്ചു ഹദ്ദാദിന്റെ കിതാബ്. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. എൻ്റെ രോഗം ശിഫയാകാൻ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വെച്ച് ഓതുന്ന ഹദ്ദാദ് ഓതുന്നതിന് വേണ്ടി കുറച്ചു കിതാബുകൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നു. അല്ലാഹു ആ ഹദ്ദാദ് റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ പൊന്നുമോൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ വഅദ് കേട്ടിട്ട് ആ കുട്ടിക്ക് ഹദ്ദാദിന്റെ വില മനസ്സിലായി. നമുക്കോ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്, ഇന്നു മുതൽ ഈ പള്ളിയിൽ എന്ന് വരെ ക്ലാസ് ഉണ്ടോ ആ ക്ലാസിന്റെ അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഹദ്ദാദ്, ഇന്ന് മുഹറം 10 ഇന്ന് തുടങ്ങുകയാ. ഇന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ ഹദ്ദാദ് ഓതിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സമയമുള്ളവർക്കിരിക്കാം, തിരക്കുള്ളവർക്ക് പോകാം, ഒരു നിർബന്ധവുമില്ല. ഇന്നു മുതൽ ഈ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഓതും. എല്ലാ ദിവസവും ഫാത്തിഹയൊക്കെ ഓതി മുസമ്മിൽ ഉസ്താദ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്ലാസ് തുടങ്ങുന്നത് ഹദ്ദാദ് ഓതിയിട്ട് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഓതിയിട്ടില്ല, ഇന്ന് അവസാനം ഹദ്ദാദ് ഓതി ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയത്തുള്ളൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതി തുടങ്ങിക്കോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ. സമയമുള്ളവർ ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറം 10 അല്ലാഹു ആദരിച്ച ദിവസം. ഇന്ന് നമ്മുടെ ക്ലാസ് തീരുന്നത് ഒരു 10 മിനിറ്റ് നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരുന്ന് ഹദ്ദാദ്, നിങ്ങളൊക്കെ അറിയുന്നവരാ, നിങ്ങളൊക്കെ ഹദ്ദാദ് ഓതാൻ അറിയുന്നവരാ. അൽഹംദുലില്ലാ, നിങ്ങളുടെ വീടിനകത്തിരുന്ന് നിങ്ങൾ ഓത്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓതാം ഇൻഷാ അല്ലാഹ്. അത് ഓതിയിട്ട് വേണം നമുക്ക് ദുആ ചെയ്തു പിരിയാൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇന്ന് കുറെ ചെക്കന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:15 കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഈ ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു ഇങ്ങനെ പറഞ്ഞു തരുമ്പോ വെറുതെ പറഞ്ഞതല്ല. ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ പോലും അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ بالبينات فاستكبروا في الأرض وما كانوا سابقين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമല്ലോ, ഇതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഖാറൂനിന്റെ സംഭവത്തിൽ പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടവരാ. ഖാറൂനിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളുടെ ഇഷ്ടം കാരണമല്ല എന്ന് നീ തിരിച്ചറിയുക. എടാ, ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ വലിപ്പം കണ്ടിട്ട്, അല്ലെങ്കിൽ
പടച്ചവന് നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട് അള്ളാഹ് സ്നേഹത്തോടെ വാരിത്തന്നതല്ല. ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ പാഠം, സമ്പത്ത് നൽകുന്നത് ഒരാളോടുള്ള ഇഷ്ടം കാരണമല്ലെന്ന് തിരിച്ചറിയൂ. സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് അല്ലാഹു പടച്ചവനെ എല്ലാവർക്കും കൊടുക്കും. ശത്രുവിനും കൊടുക്കും, നല്ലവനും കൊടുക്കും, നന്മ ചെയ്യുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അംബാനിക്കും അല്ലാഹു പണം കൊടുക്കും, യൂസുഫ് അലിക്കും അല്ലാഹു പണം കൊടുക്കും. ഈ പായിപ്പാടിൽ ഏറ്റവും പാവപ്പെട്ടവനും അല്ലാഹു പണം കൊടുക്കാൻ കഴിവുണ്ട്. ചിലർക്ക് അല്ലാഹു പണം കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പണമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ, സമ്പത്തെന്ന് പറയുന്നത് അല്ലാഹു ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ കൊടുക്കുന്നതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹി. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണോ? ആണോ? അല്ല. അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവരും കൊടുക്കും, ഇല്ലാത്തവരും കൊടുക്കും. എങ്കിൽ അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? പറഞ്ഞങ്ങാതി. അല്ലാഹു ഇഷ്ടപ്പെട്ടാ കൊടുക്കുന്ന സാധനം എന്താ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നില്ല. അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു കൊടുക്കുന്ന എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അല്ലാഹു അവന് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടായ അല്ലാഹ് സമ്പത്തല്ല കൊടുക്കുക. അല്ലാഹ് എന്ത് കൊടുക്കും? അവൻ ഈമാൻ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും, ഈമാൻ അങ്ങോട്ട് ഉറപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അങ്ങനല്ല. അല്ലാഹു അതൊരു പരീക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. അല്ലാഹു ഒരാൾക്ക് പണം കൊടുത്താൽ നീ അഹങ്കരിക്കരുത്. അന്നബൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല إن الله تعالى قسم بينكم أخلاقكم كما قسم بينكم أرزاقكم وإن الله تعالى يعطي المال من أحب ومن لا يحب ولا يعطي الإيمان إلا من يحب. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉപജീവനം വിതച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങൾക്കിടയിൽ അല്ലാഹു വീതിച്ചു കൊടുക്കുന്നതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹു വീതിപ്പിച്ചു കൊടുക്കും, ഇതുപോലെ സ്വഭാവ ഗുണങ്ങളും അല്ലാഹു കൊടുക്കും. പക്ഷേ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകും. പക്ഷേ ഈമാൻ ഉണ്ടല്ലോ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട പാഠമാണ്. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കേ കൊടുക്കൂ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നല്ല സമ്പത്ത്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നല്ല സമ്പത്തെന്ന് നീ തിരിച്ചറിയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ ഗുണപാഠം എന്താ? നമ്മുടെ അറിവും കഴിവും കൊണ്ടാണ് സമ്പത്ത് ലഭിച്ചതെന്ന ചിന്ത ഒരിക്കലും നിനക്ക് വേണ്ട. എൻ്റെ യുവത്വമേ, എൻ്റെ പ്രിയപ്പെട്ട
പുത്തം പണക്കാരാ, മോനെ നിനക്ക് അല്ലാഹു പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠമാ. ചെറുപ്പക്കാര് പറയും എനിക്ക് പണമുണ്ടായത് എൻ്റെ തലയ്ക്കുള്ള ബുദ്ധി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് പണമുണ്ടായതെന്ന് പറയുന്ന യുവത്വമേ, വേണ്ടടാ മോനെ, അത് അഹങ്കാരത്തിന്റെ വാക്കാടാ. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ എമ്മക്കാരനാണ്, ഞാനതാ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചിട്ടുണ്ടാക്കിയ സമ്പത്താ എന്ന് പറയുന്ന മുസ്ലിമേ, പലരും പറയുമല്ലോ പടച്ചവനെ ഞാൻ അന്യനാട്ടിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പലരും പറയുമല്ലോ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പാഠം പഠിച്ചു വെച്ചോ. ഒരാളും പറയരുത് ഇത് എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഈ സമ്പത്തെന്ന് നീ പറയല്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. കാറൂൻ എന്താ പറഞ്ഞേ? ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ചില പേരും ആൾക്കാരും അങ്ങനെ തന്നെയാ പറയണല്ലേ, ഞാൻ ഉണ്ടാക്കിയത്, ഇതെല്ലാം എൻ്റെത് എൻ്റെത് എൻ്റെത്. ആ വാക്ക് പറയരുതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. ഖുർആൻ പറയാ വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യസാ അല്ലാഹ് അത്അമഹും ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നൽകിയത് ഞാനാണെന്ന് അല്ലാഹ് പറയുന്നുണ്ട് ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു ഇതൊക്കെ കൊടുക്കുന്നത്. സമ്പത്ത് കൊടുക്കുന്ന അല്ലാഹുവാണ്, അവൻ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനാണ് തന്നത് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ. അല്ലാതെ പറഞ്ഞ് നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന്. അപ്പൊ അള്ളാഹു ആ സമ്പത്ത് തരുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ, സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യുവാനുള്ള താൽക്കാലികമായിട്ടുള്ള അവകാശവും അവസരവും മാത്രമേ നിനക്കുള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. അതാണ് പണ്ട് മാലിക് ദിനാർ മസ്ജിദ് പണിതൊരു മനുഷ്യനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? പള്ളിയിലെ ഖതീബ് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അദ്ദേഹം ആ പള്ളി. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ പറയാ, അദ്ദേഹം ഒരുപാട് ചെയ്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനൊന്നും പറയേണ്ട ഉസ്താദെ, അള്ളാഹു കുറച്ച് പൈസ എൻ്റെ അടുത്ത് എൻ്റെ പള്ളി പണിയിടാന്ന്, ഞാൻ ജോലിക്കാരനാ ചെയ്തു. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു പള്ളി കെട്ടിക്കൊടുത്തിട്ട് 4 പേരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെ പൊക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അള്ളാഹ് കുറച്ച് പൈസ എന്നിട്ട് എന്നോട് പറഞ്ഞിടാ പണിയടാ, ഞാൻ ജോലിക്കാരൻ പണിതു, ഇത്രയേ ഉള്ളൂ. നമ്മളോ പള്ളിയുടെ മുന്നിൽ എഴുതി വെക്കണം പേര്, എങ്കിലേ വരുത്തുള്ളൂ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പറ മനുഷ്യ, പള്ളിയുടെ പേരിൽ പറ്റുമെങ്കിൽ അതിനകത്ത് പായിപ്പാട് പള്ളിക്ക് പൈസ തന്നവരുടെ പേരെഴുതുവാണെങ്കിൽ അതിന് തന്നെ ഈ പള്ളി മൊത്തം വേണ്ടി വരും, അങ്ങനെ എഴുതേണ്ടി വരും. പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, കൊടുക്കാനും പിടിക്കാനൊക്കെ ആള് വേണം. നമ്മൾ പിരിവിന് പോകുമ്പോൾ ഓരോ മനുഷ്യനും അതൊരു നല്ല ഗുണമാണ്. വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ മട്ടന്നൂരൊക്കെ കഴിഞ്ഞ് ഇരിട്ടി ഭാഗത്ത് ആറാളോ നിങ്ങൾ സ്ഥലമുണ്ട്, ഞങ്ങളവിടെ ഇന്നലെ വീട്ടിൽ പോയി ഒരു മനുഷ്യനെ കാണാൻ. സത്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോഴേ കരഞ്ഞുപോയി. വല്ലാതെ പ്രശ്നം വല്ലാത്ത ഒരാൾക്കും മറക്കാൻ കഴിയില്ല. അത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാം. അദ്ദേഹം 9ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയ ആളാണ്.
9-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഗൾഫ് ജീവിതം, പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നവരെ കുറിച്ച് മഹിള പറയണു, ഈ 9-ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയിട്ട് അദ്ദേഹം ഡൽഹിയിലും ബോംബെയിലൊക്കെ ആയി കറങ്ങി നടന്നു. അവസാനം കുറച്ച് പൈസയായി നാട്ടിലേക്ക് 650 രൂപ. 650 രൂപയുമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു അത്ര വലിയ സമ്പത്തുമായിട്ട് വരുന്നുണ്ടെന്ന്. 650 രൂപ. അപ്പോൾ ആരോ പറഞ്ഞു അത്ര ഗൾഫിലേക്ക് ആളെ കയറ്റി വിടുന്നുണ്ടെന്ന്. അങ്ങനെ കപ്പലിൽ കയറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മനുഷ്യനിങ്ങനെ പറയുന്നു, കടലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇനി നീന്തിക്കൊള്ളാൻ. സിനിമാ കഥയല്ല, അദ്ദേഹം പറയുന്ന നീന്തിക്കൊള്ളാൻ. അങ്ങനെ എല്ലാവരും 10-200 പേര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം രക്ഷപ്പെടാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല. മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പുസ്തകം വെച്ചിട്ട് പള്ളിക്കാട്ടി വെച്ചിട്ട് നേരെ പുഴയിൽ പോയി മീൻ പിടിക്കും, പുഴയിൽ നീന്തും. അങ്ങനെ നീന്തി പഠിച്ചത് കൊണ്ടാണ് ഞാൻ കടലിൽ നീന്തിയെന്ന് അദ്ദേഹം പറയണേ. അദ്ദേഹം കടലിൽ നീന്തി അക്കരയിൽ കയറി. മരുഭൂമി ഇങ്ങനെ കയറും ഇറങ്ങും, കയറും ഇറങ്ങും. അവസാനം ആരോ പറയുന്നു അത്രേ, നിങ്ങൾ മൂത്രമൊഴിക്കുന്നത് കളയരുത്, പിടിച്ചു വെച്ചോടാൻ, എന്തിനാ തൊണ്ട നനയ്ക്കാൻ. സിനിമാ കഥയിൽ അദ്ദേഹം പറയുക, കൂടുള്ളവർ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം പോലും കളയരുത്, എന്തിനാ, കുടിക്കാൻ വെള്ളമില്ല, തൊണ്ട നനയ്ക്കാൻ. അദ്ദേഹം പറയുന്നു, അങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ അവിടെ പോയി. 10-35 വർഷം വാപ്പാനെ കണ്ടിട്ടില്ല. വാപ്പാനെ 9-ാമത്തെ വയസ്സിൽ കണ്ടതാ. വാപ്പാനെയോ കൂടപ്പുറപ്പുകളെ ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും മരണപ്പെട്ടു പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നു. അള്ളാഹു അവിടെ വലിയ ജോലി കൊടുത്തു. വലിയ ജോലിയായി, ഇമാറത്തിന് ജോലി കിട്ടി, വലിയ സമ്പത്തായി. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഈ പത്തനംതിട്ടയിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ പോയി പൈസ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അവസാനം അദ്ദേഹത്തിന് അവിടെ പൗരത്വം കൊടുക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ഉമ്മാനെ കളഞ്ഞിട്ട് പോയതല്ലേ, കാണാൻ വരണം. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാട്ടിൽ വന്നു, ഉമ്മ മരണപ്പെട്ടു പോയി. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പള്ളിക്കമ്മറ്റിക്കാരോട് പറഞ്ഞു അത്ര, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മരിച്ച എൻ്റെ ഉമ്മാടെ കവറിൻ്റെ അകത്ത് തന്നെ എന്നെ അടക്കണം. കാരണം എൻ്റെ ഉമ്മാനെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. 9-ാമത്തെ വയസ്സിൽ പോയതാ. ആ ഉമ്മയുടെ കൂടെ തന്നെ കബറി കിടക്കണമെന്ന എൻ്റെ ആഗ്രഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സമ്പാദിച്ചത് മുഴുവനും പറ്റിച്ചു കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോട് ഞാൻ എപ്പോഴും ദുആ ചെയ്യും, എൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ ചിരിക്കുന്ന മുഖത്തോടെ വേണം അവരുടെ മുന്നിൽ പോകാൻ. ആര് കയറി വന്നാലും ചിരിക്കുന്ന മുഖം. അങ്ങനെ നമുക്ക് പലർക്കും ചിരിക്കാനാ പറ്റാത്തത്. മുഖം എപ്പോഴാണോ കയറി വരുന്നത്, പിരിവാണോ, മുഖമൊക്കെ അങ്ങ് മാടും. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു 1/2 മണിക്കൂറോളം സംസാരിച്ചു. ഇത് സന്തോഷം എന്നറിയാം. അവസാനം വണ്ടി കയറ്റിവിടുമ്പോൾ പോലും കൊണ്ടുവന്ന് വണ്ടി കയറ്റിവിട്ട് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു വിട്ടത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പുത്തമ്പണക്കാരന്മാരൊക്കെ പഠിക്കണിതൊക്കെ. ഇന്നത്തെ സമ്പന്നന്മാരൊക്കെ പണം കൂടുമ്പോൾ പെറ്റതല്ലയൊക്കെ മറന്നു പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിട്ട് പഠിക്കാനുള്ളതാ. പറ്റുമെങ്കിൽ ഫോൺ നമ്പർ ഷൗഖാനിൻ്റെ അടുത്തുണ്ട്, മേടിച്ചുകൊണ്ടൊന്ന് പോയി നോക്കണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ. പഠിക്കണം നമ്മൾ. ഓരോ മനുഷ്യനും ഗൾഫുകാളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ത്യാഗം, വല്ലാത്ത പരിശ്രമം. അല്ലാഹുവേ, പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. ഇവിടെ ചൊവനെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ. അല്ലാഹു അവരുടെ കഷ്ടപ്പാടിന് പകരം നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു തന്നതാണ് സമ്പത്ത്. സമ്പത്ത് അള്ളാഹുടെ കയ്യിലാ. നിന്റെ കയ്യിൽ അള്ളാഹു സമ്പത്ത് തന്നിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്താൻ മാത്രമാ. അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടാണ്, നിന്റെ അറിവ് കൊണ്ടാണ് നീ ഇത് സമ്പാദിച്ചത് എന്ന് നീ പറയരുത് എന്ന് ഖാറൂനിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, നമ്മുടെ സമ്പത്ത് കൊണ്ട് പരലോക ജീവിതം നേടുക. അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നീ നേടേണ്ടത് ദുനിയാവല്ല, ആഖിറം വിജയിക്കണം. നിന്റെ ചിന്തയതാകണം, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം, എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ സമ്പത്തുകൾ എനിക്ക് ചെലവഴിക്കണം. അത്തരക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം ഖാറൂനിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഖാറൂനെ, കൂടെ നടന്നവനാണല്ലോ, കുടുംബക്കാരനാണല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, ഖാറൂനെ, നീ ഒന്നുമില്ലാത്തവനായിരുന്നു, ഈ സമ്പത്ത് മുഴുവനും അള്ളാഹു നിനക്ക് തന്നത്
പറയുന്നതാണ്. ആഖിറത്തിലേക്ക് കുറച്ചു മാറ്റി വെക്കടാ, പാവങ്ങൾക്ക് കൊടുക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്ക്. ഖാറൂനിന്റെ അടുക്കൽ മൂസാ നബി പോയിട്ട് ഒരുപാട് പറഞ്ഞു, പക്ഷെ അവൻ അതിന് തയ്യാറായില്ല. ഇന്നും ഈ പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പറഞ്ഞാലും തലയ്ക്കകത്ത് ഇറങ്ങാത്തവരുണ്ടല്ലോ. എത്ര സമ്പത്തുണ്ടെങ്കിലും കൊടുക്കാത്തവരുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാകട്ടെ, യതീംഖാനകൾക്ക് വേണ്ടിയാകട്ടെ, മദ്രസകൾക്ക് വേണ്ടിയാകട്ടെ, ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാകട്ടെ. പടച്ചവനെ, രോഗം പിടിച്ച് കിടക്കുന്നവർ, അല്ലാഹുവേ കിഡ്നി തകർന്നു പോയവർ, കെട്ടിച്ചു കൊടുക്കാൻ പണമില്ലാത്തവർ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിലും കൊടുക്കാൻ മനസ്സില്ലാത്ത ആ ഖാറൂനിന്റെ അനുയായികളോട് അല്ലാഹു പറയുകയാ, ഇന്നും ഖാറൂനിന്റെ അനുയായികളുണ്ട്. അവർക്ക് എത്രയുണ്ടെങ്കിലും എത്ര കൊണ്ടാലും അവര് തയ്യാറല്ല, എത്ര കണ്ടാലും അവർ പഠിക്കാത്തവരല്ല. ഭൂകമ്പം വന്നാലും, ഉരുൾപൊട്ടൽ വന്നാലും, സുനാമി വന്നാലും, നിപ വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, വെള്ളപ്പൊക്കമുണ്ടായാലും, കൊറോണ വൈറസ് വന്നാലും തിരിയാത്ത മനുഷ്യ, എന്തേ നീ ഇങ്ങനെയായി പോയത്? എന്തേ നമ്മൾ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എത്ര കൊണ്ടാലും, എടാ കൊണ്ടാലെങ്കിലും പഠിക്കുമല്ലോ, കണ്ടാലും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമ്പത്ത് കിട്ടിയവരെ, അല്ലാഹു പണം നൽകിയവരെ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി, നാളെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണേ സഹാബ. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്നവരോട് പറയുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ പോവുകയാണ്. മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ പോവുകയാണ്. പള്ളിപ്പറമ്പില് ഖബറിന്റെ ചാരത്തെത്തിയാൽ ഒരെണ്ണം അവിടെ അവശേഷിക്കുകയാ, രണ്ടെണ്ണം മടങ്ങിപ്പോകും സ്വഹാബ. ഇരിക്കുന്ന പ്രസിഡന്റ് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, പടച്ചവരെ, നമ്മുടെ മയ്യത്ത് ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ മൂന്ന് കാര്യം നിങ്ങളുടെ കൂടെ വരും. എന്തൊക്കെയാണ് വരുന്നത്? നിന്റെ സമ്പത്ത് വരും, നിന്റെ മക്കള് വരും, നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വരും. ഇത് മൂന്നും പള്ളിയിൽ വന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ഇവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. 6 അടി മണ്ണിനകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുകയാണ്. ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ച്, പടച്ചവനെ, ഒരു പിടി മണ്ണ് വാരുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഒരു പിടി മണ്ണ് വാരിയിട്ട് നിന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? പൊന്നുമക്കള്, നിന്റെ പൊന്നാര മക്കളാണ്. ആ ഒരു പിടി മണ്ണ് വാരി വെച്ചോ. ഇന്നുവരെ സമ്പാദിച്ചത് മുഴുവനും അവിടെ വരെ വന്നിട്ട് തീരുകയാണ്. അല്ലാഹുവേ, മയ്യത്തടക്കിയിട്ട് എല്ലാവരും അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും മടങ്ങി പോകും. നിന്റെ മക്കള് പോകുമല്ലോ, സമ്പാദിച്ചു വെച്ച സമ്പാദ്യം തിരിച്ചു പോകുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്റെ കൂടാകെ വരുന്നത് എന്തെന്നറിയുമോ? നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മയാ, അതായേ കാണൂ. അതേ നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കാണൂ. സഹോദര, അതല്ലാതെ ഒന്നും നിന്റെ കൂടെ വരില്ല. എന്തിനാ സഹോദര ചരിത്രം പറയുന്നത്? ഈ പള്ളിയുടെ മുന്നിൽ ഒരു ഖബർ കാണാ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഇറങ്ങി നോക്ക്. ഈ പള്ളിയുടെ തൊട്ട് മുന്നിൽ പടച്ചവനെ 2 മൈലാഞ്ചി ചെടികൾ ഇങ്ങനെ കൊഴുത്ത് കിടക്കുന്നുണ്ട്. കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ, ഈ പള്ളിപ്പറമ്പിലെ ഒരു ഖബറിലും കാണാൻ കഴിയാത്ത രീതിയിൽ പടച്ചവനെ പലരുടെയും ബാപ്പയുടെ ഖബർ എവിടെയാണെന്നറിയില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്, ഇടിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണ്
ആരാണെന്ന് പോലും അറിയാതെ പല പല ഖബറുകളും ഈ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ ഈ പള്ളിയുടെ ഇറങ്ങുന്ന ഭാഗത്തൊരു ഖബർ കാണാ, 2 മൈലാഞ്ചി ചെടികൾ പടച്ചവനെ മനോഹരമായി തടിച്ചു കൊഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ആരുടെ ഖബറെന്നറിയുമോ? ഈ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന മനുഷ്യന്റെ ഖബറാ. നിങ്ങൾ എന്തിനാ കൂടുതൽ പറയുന്നത്? ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അത്താടെ ഖബറിന്റെ മുകളിലാണ് മനോഹരമായി 2 മൈലാഞ്ചി ചെടികള്. ഞാൻ ഇന്നിവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയായിരിക്കും. 1 കോടി രൂപയല്ലേ അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. അള്ളാഹുവേ, എന്തൊരു പ്രതിഫലമായിരിക്കും സഹോദരാ. 1 കോടി രൂപ പടച്ചറപ്പിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,313,000 രൂപ. അദ്ദേഹം ഇന്നത്തെ ഈ പള്ളിപ്പറമ്പിൽ ഈ ചാരത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കള് സാധാരണ വാപ്പ പോയ കടം വീട്ടാത്ത മക്കളാ. വാപ്പയോ ഉമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കടം പോലും വീട്ടാത്ത മക്കളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ റാസി എത്ര പറഞ്ഞാലും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാ പ്രസിഡന്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തില്ല. നന്മ ചെയ്യുന്നവനെ നന്മ ചെയ്തെന്ന് പറയാൻ ഒരു പേടിയും വേണ്ട. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 1 രൂപ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ടേ ഉള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു റാസി എന്ന സഹോദരൻ അവന്റെ ജീവിത മാർഗത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവന്റെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളെ റാസിക്കും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഒരാൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ താഴോട്ടിറങ്ങിപ്പോയാൽ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഇതുപോലെ ഈ സൈഡ് മുഴുവൻ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അങ്ങ് കാണണമെങ്കിൽ അങ്ങ് താഴെ ഇറങ്ങിപ്പോണം. അങ്ങനെ താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇരിക്കുന്ന പലരുടെയും അത്ത അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മെമ്പറിന്റെ അത്ത ഉൾപ്പെടെ പലരും അവിടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ടാ പോയത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത്ത പോയപ്പോൾ എന്ത് കൊണ്ടുപോയെന്നെ? ഇത് കൊണ്ടുപോയി. അമ്മാനെ ഇവിടെ തന്നു, നിങ്ങളെ കുറെ മക്കളെ ഇവിടെ തന്നു, വീടും പറമ്പും സർവ്വതും ഇവിടെ തന്നിട്ട് അത്ത പോയപ്പോൾ കുറച്ച് നന്മ കൊണ്ടുപോയി. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? നമുക്ക് എന്താ ഇസ്മായിലെണ്ണം പോയപ്പോൾ എന്ത് കൊണ്ടുപോയി? ബേക്ക് എല്ലാം ഇവിടെ തന്നിട്ട് പോയില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ആകെ കൊണ്ടുപോകാൻ 2-3 പേരും വരും. സമ്പത്തും വരും, മക്കളും വരും, നന്മയും വരും. എന്നിട്ട് അവിടെ നന്മ പറയും, ഞാനിവിടെ ഇറങ്ങാൻ, നിങ്ങൾ പൊക്കോ. ഈ നന്മ മാത്രമേ ഖബറി കാണൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാറൂനിനോട് പറഞ്ഞപ്പോൾ കാറൂൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അവൻ പ്രകടനം നടത്തി. ഇങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം, സ്വർണത്തിന്റെ വസ്ത്രം, തലയിൽ കിരീടം വെച്ച് ഏറ്റവും മനോഹരമായ വാഹനത്തിന്റെ മുകളിൽ ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവരിങ്ങനെ കോശയാത്ര നടത്തി. ഇന്ന് പലരും അങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷെ അവന്റെ പര്യവസാനം വളരെ മോശമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സമ്പത്ത് ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട. ചെറുതും വലുതും നോക്കണ്ട. പലരും പടച്ചവനെ നമ്മുടെ പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് വേണ്ടി 500 രൂപ തന്നവരുണ്ടല്ലോ, 313 രൂപ തന്നവരുണ്ടല്ലോ. അത് നമ്മുടെ മുന്നിൽ ചെറുതായിരിക്കും, പക്ഷെ അള്ളാഹുടെ മുന്നിൽ അത് വലുത് തന്നെയാ. ആ 313 രൂപ കോടികളുള്ളവൻ കൊടുക്കാത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പായിപ്പാട് പള്ളിക്ക് വേണ്ടി തന്നവർ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നൊരു സഹോദരി വിളിച്ചിട്ട് 1000 രൂപയാണെന്ന് തോന്നുന്നു നമ്മുടെ പള്ളിയിൽ. എന്താ ജോലി എന്നറിയോ? വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു സഹോദരി, വീട്ടുജോലിക്ക് പോകുന്ന ഒരു സഹോദരി 1000 രൂപ തന്നിട്ട് പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി. സ്വന്തം വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, പടച്ചവന് ലക്ഷങ്ങളുടെ കടമുള്ളവർ ഓരോ സ്ക്വയർ ഫീറ്റിന്റെ പൈസ പള്ളിക്ക് വേണ്ടി തരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തേ അവരെക്കാളും വലിയ സമ്പന്നന്മാരുള്ളിടത്ത് നിന്ന് അള്ളാഹു ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്. നമ്മവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിന് വേണ്ടി നീ കരുതി വെക്ക്, ആഖിറത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യ്. പള്ളിപ്പറമ്പിലെ നിന്റെ ഖബറിന്റെ അകത്ത് ഈ കൊടുത്തതേ കാണൂ. നിന്റെ മക്കൾ ദുആ ചെയ്യണമെന്നില്ല. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തും. അത് ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ നിറങ്ങി നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഴ പാറുമ്പോ JCB ഒന്ന് ഇറക്കണം കേട്ടോ. എൻ്റെ പൈസ ഞാൻ തരും, പക്ഷെ അതാര് തന്നില്ലെങ്കിലും എൻ്റെ പൈസ ഞാൻ തന്നോളാം. ആ കാണുന്ന കാടൊന്ന് ഇളക്ക്. നാസറെണ്ണം പറയുന്നിട്ട് വലിയ പാമ്പുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട്
വലിയ പാമ്പ് ആ കാട്ടിനകത്ത്. ഞാൻ വിചാരിച്ചു ഉളുഹിയ്യത്തിന്റെ പോത്ത് വരുമ്പോൾ ഈ പുല്ലിറക്കുമെന്ന്. ഉളുഹിയ്യത്തിന്റെ പോത്ത് വരുന്ന സമയത്തെങ്കിൽ ഈ പുല്ല് മുഴുവൻ ഇറക്കുമെന്ന്. ബംഗാളി പറഞ്ഞു അതിനകത്ത് വലിയ പാമ്പുണ്ടെന്ന്. പാമ്പ് കണ്ടുവെന്ന്. ഖബറിനകത്ത് അതിനെക്കാരും വലുത് കിടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക് സഹോദര, നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത് എവിടെയോ ഞങ്ങളൊരു ഖബർസ്ഥാനിൽ പോയപ്പോൾ ഒരു പട്ടി ഖബറിനകത്ത് എഴുന്നേറ്റ് വരിക, പ്രസവിച്ചെടുക്ക ഖബറിനകത്ത്. ആലോചിക്ക്, ഒരു പള്ളിപ്പറമ്പിൽ പെറ്റുകിടക്ക ഖബറിനകത്ത്. അല്ലാഹു ആലം, പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു വല്ലാത്ത ഒരു ഗതിയ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരുടെ മുന്നിലും മാതാപിതാക്കൾ യാചിച്ചിട്ടില്ല. പക്ഷെ പള്ളിപ്പറമ്പിൽ കിടന്ന് യാചിക്കുക. അള്ളാഹുവെ, മക്കൾക്കും വേണ്ട, കുടുംബക്കാർക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഈ ദുനിയാവിൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ആ പള്ളിയിൽ അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, നമ്മൾ പള്ളി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതാ മുത്തുനബി പറഞ്ഞത്, അങ്ങനെ ദുആ ചെയ്യുന്നവന് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും സർവ്വ മുസ്ലിമിൻ്റെയും എണ്ണമനുസരിച്ച് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ, 150 കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ, ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അമേരിക്കയിൽ കിടക്കുന്നവനാണെങ്കിലും ചൈനയിൽ കിടക്കുന്നവനാണെങ്കിലും ഈ കേരളത്തിൽ കിടക്കുന്നവനാണെങ്കിലും ഒരാൾ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇങ്ങനെ ദുആ ചെയ്താൽ ഈ 160 കോടി മനുഷ്യരുടെ നന്മ ഓരോ ആളുടെയും എണ്ണത്തിനനുസരിച്ച് ആ ദുആ ചെയ്തവൻ അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുന്ന, അല്ലാഹുവേ നീ ഖബർസ്ഥാനി കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എന്തിനാ? അപ്പൊ എല്ലാവർക്കും കിട്ടും ആകെ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ചു പോയി. 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നേ. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നേ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. കാരണം അവിടെ ഇറങ്ങിപ്പോകുന്ന ആളുടെ എണ്ണം വളരെ കുറവാണ്. 1 കൊല്ലം ഞാൻ എടുക്കാനുള്ള കാരണം പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം കുറവാണ്. ആ കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. കാടായി കിടക്കുന്നതുകൊണ്ടാണോ അതോ ഇനി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കാലം അങ്ങനാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, കേൾക്കൂ. അങ്ങനെ കേൾക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ല, പിന്നെ പള്ളിക്കാട്ടി പോയി ദുആ ചെയ്യും. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓട്ടമത്സരം നടക്കുന്ന കാലത്ത് ഇനി ഖബറിന് കാട്ടി കിടക്കണ അത്താടത്ത് പോയി ദുആ ചെയ്യുന്ന കാലം. അല്ലാഹു ആലം, അല്ലാഹു ആലം. പലതും പറയണം, പോട്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയലിൻ്റെ സദസ്സിലാണെങ്കിൽ എന്തെങ്കിലും പറയാം, ജോലി ചെയ്യണ പള്ളിയിലാകുമ്പോൾ പലതും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസ്ഥ. അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ അകത്താകെ വരുന്നത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. നീ പാവപ്പെട്ടവർക്ക് കൊടുത്തത്, യതീമീങ്ങൾക്ക് കൊടുത്തത്, മദ്രസകൾക്ക് വേണ്ടി കൊടുത്തത്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്തത്, അല്ലാഹുവിന്റെ പള്ളി പണിയുന്നതിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പലർക്കും പായിപ്പാടെന്ന് പറയാൻ പോലും അറിയാത്ത പലരുമുണ്ട്. കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് പലരും വിളിച്ചിട്ട്, ഉസ്താദേ ഈ പായിപ്പാട് പള്ളിക്ക് വേണ്ടി ഞാനൊരു സദക്ക നൽകുകയാ. വെറുതെയാകില്ല പെങ്ങള്. പട്ടിണി കിടന്നിട്ട്, അല്ലാഹുവേ വാടക വീട്ടിൽ കിടന്നിട്ട്, പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടായിട്ട് കൂലിപ്പണിയെടുത്തിട്ട് ജീവിക്കുന്നവരും ഈ പള്ളിക്ക് വേണ്ടി തന്നത് വെറുതെയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിന്റെ കയ്യിലാ. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിന്റെ കയ്യിലാ. അല്ലാഹുവിനല്ലേ കൊടുത്തത്, അല്ലാഹുവിനല്ലേ കൊടുത്തത്. ആ കൊടുത്തത് നീ മറന്നാലും അല്ലാഹു മറക്കൂല. നീ കൊടുത്തത് അല്ലാഹു മറക്കൂല. ആ സാധനം നീ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു ഉറപ്പായിട്ട് നിനക്ക് കാണിച്ചു തരും. വഅബ്സിറൂ ബിൽ ജന്നാ. നീ
മരിക്കുന്ന സമയത്തും നിനക്കതിന്റെ പ്രതിഫലം കാണിച്ചു തരികയാണ്. സദഖയുടെ പ്രതിഫലം അതാണ് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പള്ളിയുടെ വാർപ്പിന് വേണ്ടി ഒരു സിമെന്റിന്റെ ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണ് കൊടുക്കുന്നതെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. മഹാനായ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ തന്റെ കൂട്ടുകാരൻ മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനവറുകൾ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ പോവുകയാ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന മഹാര് അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടാണോ? മരണത്തെ പേടിച്ചിട്ടാണോ? അവിടെന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല. അവസാനം അവിടെന്ന് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ, എന്റെ വീടിനകത്തിരിക്കുന്ന അല്പം പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാ. ഇതെടുത്ത് സദഖ കൊടുക്കട്, ഇതെന്റെ കബറിലേക്കുള്ളതാണ്. ആ സമയത്ത് പോലും, മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും സദഖയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല സഹോദരാ. അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നിനക്കതിന്റെ വിലയറിയില്ല. ഇന്നെത്ര പറഞ്ഞാലും തിരിയില്ല. ഉസ്താദ് പൈസ കിട്ടാൻ പറയുന്നതാണെന്ന് തോന്നും. പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം അല്ലാഹു പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ അല്ലാഹുവിന്റെ മലക്കുകളെ റൂഹ് കൊണ്ട് വെച്ചിട്ട് അവസാനം ഇവരെല്ലാവരും നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമല്ലോ. ഇവരെല്ലാവരും നമ്മുടെ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് മരിക്കുന്നവന് കൈയിട്ടടിക്കാത്തത്, കാലിട്ടടിക്കാത്തത്, നിലവിളിക്കാത്തത്. അടുത്ത് കിടക്കുന്ന, ചാരത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരിച്ചു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആൻ, ലൗലാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് നമുക്കല്ല, ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വമന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ صدق ولا صلى ولكن كذب وتولى. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഈ പള്ളിക്ക് കൊടുത്തവര് അത് എത്ര ചെറുതാണെങ്കിലും നിനക്ക് കാണിച്ചു തരും. നിന്റെ തൊണ്ടക്കുടിയിലേക്ക് ലോകത്തിന്റെ റസൂലുള്ള പറയുകയാണ്, മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനല്ലേ പഠിച്ചത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മലക്കുകൾ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അതാ വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയത്തും മലക്കുകൾ പറയുന്നു, നോക്കൂ മോനെ, വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം. അല്ലാഹു നിനക്ക് തരാമെന്ന് പറഞ്ഞ സ്വർഗം ഇതാ. നോക്കുമോനെ എന്ന് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? ആ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഗുണപാഠം എന്തെന്നറിയുമോ? സമ്പത്ത് അല്ലാഹു തരുന്നതാ, അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നീയാണുണ്ടാക്കിയതെന്ന് നീ പറയരുത്. സമ്പത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. നിന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന പണം കൊണ്ട് കൊട്ടാരം പണിയാനല്ല, സുഖാഡംബര ജീവിതം നയിക്കാനല്ല. അല്ലാഹുവേ, പരലോകത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്ക്. അല്ലാഹുവിന്റെ സ്വർഗം നേടാ, അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ എന്തെങ്കിലും ചെയ്തു വെക്കണേ എന്ന് ഖാറൂൻ
ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്നവര്, പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് വേണ്ടി പടച്ചവരെ അല്ലാഹുവേ നിങ്ങൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ വാർപ്പാ, നിങ്ങൾക്ക് മനസ്സിലൊരു നിയ്യത്ത് ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. 6000-ൽ പരം ഖുർആനിൽ ആയത്തുകളുണ്ട്. 6000-ൽ പരം ആയത്തുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തിന്റെ അളവനുസരിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുണ്ട്. 6666 ആയത്ത് എന്ന് ഞാൻ പറയണില്ല, പല ഖുർആനുകളും ആയത്തുകൾ വ്യത്യാസമുണ്ട്. എങ്കിലും 6000-ൽ പരം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഒരു ഖുർആനിൽ എത്ര ആയത്തുണ്ടോ ആ ആയത്ത് നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഖുർആൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 8 കാര്യങ്ങളാണ് ഖാറൂനിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നാളെയും നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ഹദ്ദാദ് കൂടെ ഓതേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓതണ്ടേ? സമയമില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഹദ്ദാദ് കൂടെ ഓതിയിട്ട് വേണം. നമുക്ക് ഹദ്ദാദ് കൂടെ ഇന്ന് ഹദ്ദാദ് റാത്തീബ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടക്കാറില്ല. എൻ്റെ വീട്ടിൽ എന്തിനാ കൂടുതലൊന്നും പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം 1 വർഷം കഴിഞ്ഞു, 1 വർഷക്കാലം കഴിഞ്ഞു. വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഓതുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ നിർബന്ധമായിട്ടും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും എൻ്റെ വീട്ടിൽ ഹദ്ദാദ് റാത്തീബ് ഓതണം. നിനക്ക് ഓതാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഞാൻ ഓതും, നിർബന്ധമായി എൻ്റെ വീട്ടിൽ. ഹദ്ദാദ് റാത്തീബും മജ്ലിസുൻ നൂറും നിർബന്ധമായും എൻ്റെ വീട്ടിൽ വീഴും. കാരണം എനിക്കതിൽ നിന്ന് കിട്ടിയ നേട്ടം വലുതാ. അതുകൊണ്ടാണ് അത് ഞാൻ പറയണില്ല. എനിക്കതിൽ നിന്നുണ്ടായത്, അള്ളാഹു എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹം അതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അതുകൊണ്ട് ഹദ്ദാദ് റാത്തീബിൻ്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. പഴയ തലമുറ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് അത് ഓതിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, മാക്സിമം കൂടി പോയാൽ ഒരു 15 മിനിറ്റ്, അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഇൻഷാ അല്ലാഹ്. വലിയ ഓളത്തിലും ബഹളത്തിലൊന്നുമില്ല. എല്ലാവരുടെ കയ്യിലും കിതാബ് തരും. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതൊക്കെ നോക്കി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിലൊക്കെ നോക്കി ഓതുന്നതിന് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതേണ്ടത് ഖുർആൻ നോക്കി തന്നെ, മൊബൈൽ നോക്കി ഓതുന്നതിനെയൊക്കെ അതിനൊക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെ നോക്കി വെച്ച് ഓതുന്നതിനെയൊക്കെ വിമർശിക്കുന്ന കാലം. നമുക്കപ്പോൾ അതൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഹദ്ദാദ് റാത്തീബിൻ്റെ കിതാബ് തരും. മൊബൈലിലോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പലർക്കും കാണാതറിയുന്നവരാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ 170 ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. 170ഓളം ഖത്തം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ 170 ഖത്തത്തിൻ്റെ ദുആ നമുക്ക് ചെയ്യണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഒരുപാട് പേര് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഒന്നുമൊക്കെ ഇല്ലാത്തവരൊക്കെ, പെണ്ണുങ്ങളൊക്കെ ഉണ്ടവർ, അവരൊക്കെ പുസ്തകം ഒന്ന് എടുക്കാൻ വേണ്ടി, ഹദ്ദാദ് കിതാബ് എടുക്കാനാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ വസിയ്യത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ദുആ ചെയ്യുക എല്ലാവർക്കും വേണ്ടി. നാളെ 170 ഖത്തം ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹദ്ദാദിൻ്റെ കിതാബ് എല്ലാവരും കൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോക്കിയിട്ട് ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞില്ലേ? മതി. ഈ പിരിവ് നിർത്തി ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഹദ്ദാദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون
والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام متنا على دين الإسلام 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 يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين
أصلح الله أمور المسلمين، صرف الله شر المؤذين. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. أستغفر الله رب البرايا ونستغفر الله من الخطايا. أستغفر الله رب البرايا ونستغفر الله من الخطايا. أستغفر الله رب البرايا ونستغفر الله من الخطايا. فاعلم أنه لا إله إلا الله، 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 لا إله إلا الله. محمد رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعظما، ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين، وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لسيدنا الفقيه المقدم الشيخ محمد بن علي بعلوي وأصوله وفروعه وكافة ساداتنا آل بعلوي، إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى حضرة أرواح جميع ساداتنا الصوفية أينما كانوا وحلت أرواحهم، بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لصاحب الراتب الكبير القطب الشهير الحبيب عبد الله بن علوي الحداد بعلوي وأصوله وفروعه بأن الله يعلي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لكافة عباد الله الصالحين ولوالدينا ولكافة المسلمين. إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتم عند الموت في خير ولطف وعافية. وإلى حضرة النبي سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله അല്ലാഹു നമ്മൾ ഓതിയത് സ്വീകരിക്കുമാറാകട്ടെ, റഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത്രയും നേരം ക്ഷമയോടുകൂടിയിരുന്ന നമ്മുടെ അവസാന സമയം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. സമയം ഒരുപാടായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഇന്ന് തുടങ്ങി 8:45 തുടങ്ങി, കറക്റ്റ് 8:45 ഇന്ന് തുടങ്ങി. ഇൻഷാ അല്ലാഹ് നാളെയും നേരത്തെ തുടങ്ങും. എല്ലാവരും ഇൻഷാ അല്ലാഹ് നേരത്തെ വരിക. നാളെ 170 ഖത്തം, നാളത്തെ ഖത്തം കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ആകും ഇൻഷാ അല്ലാഹ്. നാളത്തെ ഖത്തം കൂടെ കൂട്ടി നമുക്ക് ദുആ ചെയ്യണം. ഇന്ന് ദുആ ചെയ്യാൻ വിട്ടുപോയവർക്കൊക്കെ നാളെ ചെയ്യും. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അളവനുസരിച്ച് ആലോചിച്ച് സമാധാനത്തോടെ അൽഹംദുലില്ലാ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകുക. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹമ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, പകല് മുഴുവനും നോമ്പ് പിടിച്ച് ഈ വെള്ളിയാഴ്ച രാവിലെ 12 മണിയോടടുക്കുമ്പോഴും നിന്റെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടിയിരിക്കുകയാണ് റഹ്മാനെ. നീ ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല തമ്പുരാനെ, നീ തെരഞ്ഞെടുത്തവരാണ് റഹ്മാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. ആട്ടി ഓടിക്കല്ലേ അല്ലാ, ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല അല്ലാ. നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ലാ. യജമാനനോടല്ലാതെ അടിമാരോട് പറയാനാ അല്ലാ. ഞങ്ങളുടെ പാപമൊന്ന് പൊറുത്തുതാ അല്ലാ. ഈ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഇനി ഒരിക്കലും ഞങ്ങൾ പാപം ചെയ്യില്ല അല്ലാ. വന്നുപോയതൊക്കെ തിരുത്താൻ തയ്യാറാണ് റബ്ബേ, പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലോ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. രോഗം തരുന്നവൻ നീയല്ലേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ. രോഗം കാരണം ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അവസാന ദിവസം ഇതുപോലെ ഒരു രാവാക്കണേ അല്ലാ.
ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. കൊതിപ്പിക്കുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെ പോലും നീ മറക്കല്ലേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. രോഗങ്ങൾ പിടിച്ചവരുണ്ട് റഹ്മാനെ. രാവിലെ മുതൽ വൈകുന്നേരം കച്ചവടം ചെയ്ത് തളർന്ന ശരീരവുമായിട്ട് ഈ മജ്ലിസിൽ വന്നവരുണ്ട് റഹ്മാനെ. റബ്ബേ, കൈവിടല്ലേ തമ്പുരാനെ. ഇരുത്തം വെറുതെയാക്കല്ല തമ്പുരാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. മനസ്സിന് ധൈര്യം നൽകണേ തമ്പുരാനെ. ഈമാൻ ഉറപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. നല്ല മരണം കിട്ടാൻ ഇതൊരു കാരണമാക്കണേ തമ്പുരാനെ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മണിക്കൂറുകളായി മൊബൈലിൽ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട് റബ്ബേ. ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അവരുടെ പേര് നിനക്കറിയാമല്ലോ അല്ലാ. അവരുടെ ആഗ്രഹം നിനക്കറിയാമല്ലോ അല്ലാ. കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. കടം മാറ്റണേ അല്ലാ. ജോലി കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. വീട് കൊടുക്കണേ അല്ലാ. കടം വീട്ടണേ അല്ലാ. രോഗം മാറ്റണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ നീ തെരഞ്ഞെടുത്തവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. നിന്നെ പ്രതീക്ഷിച്ചു വന്നവരാ അല്ലാ. ഈ മജ്ലിസിൽ വിശ്വാസം വെച്ചവരാ അല്ലാ. കൈവിടല്ലേ അല്ലാ. നിന്റെ പള്ളിക്കകത്തിരുന്ന് നീട്ടുന്ന കയ്യെ തട്ടല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സൽസ്വഭാവികളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ആരെല്ലാം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ആരെല്ലാം ആമീൻ പറയുന്നുണ്ടോ, അവരെ മരിക്കുന്നതിന് മുമ്പ് കഅബയുടെ മുന്നിലെത്തിക്കണേ അല്ലാ. അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇത് സ്വീകരിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, പട്ടാമ്പിയിൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ 25,000 രൂപയും തൻ്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മലും ഈ പള്ളിക്ക് ഊരിത്തന്ന ഒരു കുടുംബമുണ്ട് റഹ്മാനെ. കൈവിടല്ലേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. വസ്തുവിൻ്റെ കച്ചവടം നടത്തി കൊടുക്കണേ അല്ലാ. എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തിന്റെ അളവനുസരിച്ച് ഈ പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഹദ്ദാദ് റാത്തീബൂദിയ മജ്ലിസാണ് റബ്ബേ. കൈവിടല്ലേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ.
വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. പടച്ചവനെ, ക്ലാസ്സിന് വരുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ കൈവിടല്ലേ തമ്പുരാനെ. അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ, സമാധാനം നൽകണേ തമ്പുരാനെ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ കൈവിടല്ലേ റഹ്മാനെ. പടച്ചവനെ, പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് റബ്ബേ, അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ. നാട്ടിൽ നിന്നും മടങ്ങാൻ കഴിയാത്തവർക്ക് വഴി തുറക്കണേ അല്ലാ. കോവിഡ് രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിലെ യാചന കാണണേ അല്ലാ, കേൾക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. ഈ പള്ളിയുടെ വാർപ്പ് നീ നടത്തി തരണേ അല്ലാ, മുടക്കല്ലേ അല്ലാ, തടസ്സം വരുത്തല്ലേ അല്ലാ, കടം വരുത്തല്ലേ അല്ലാ, കടം വരുത്തല്ലേ അല്ലാ. നല്ല നിലയിൽ നീ ഇത് നടത്തി തരണേ അല്ലാ. ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന സർവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, പുറത്തു കൊടുക്കണേ തമ്പുരാന്. ഇത് അവസാനത്തെ മജ്‌ലിസാക്കല്ലേ അല്ലാ, ഇത് അവസാന ദുആക്കല്ലേ അല്ലാ, ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാത്രി ഖത്തത്തിന്റെ ദുആ നടക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ, തൗബയാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിനായ സഹോദരന് തൻ്റെ കുടുംബത്തിലെ ഭാര്യ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പലർക്കും പ്രയാസമാണല്ലോ, രക്ഷപ്പെടുത്തണേ തമ്പുരാന്, ശിഫ നൽകണേ തമ്പുരാന്, ശിഫ നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ ദുആയ കബൂലാക്കണേ റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് നാളെ 8:45 തന്നെ ഹദ്ദാദ് തുടങ്ങും, 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ പങ്കെടുക്കുക. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.